റവാ കഅബുൽ അഹ്ബാരി റളിയല്ലാഹു അൻഹു കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ലമ്മ അറാദല്ലാഹു തആല ഇദ്ഹാറൻ നൂരിൽ മഖ്സൂൻ, സൂക്ഷിക്കപ്പെട്ട ആ നൂറിനെ അള്ളാഹു വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചപ്പോൾ, വൈബ്രാസൽ ജൗഹരിൽ മക്നൂൻ, ആ മറഞ്ഞു കിടക്കുന്ന ആ രത്നം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ പ്രത്യക്ഷപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ, മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി റളിയല്ലാഹു നിന്ന് ആമിന റളിയല്ലാഹു അൻഹുമയിലേക്ക് വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചപ്പോൾ, എങ്ങനത്തെ ആമിന റളിയല്ലാഹു അൻഹ അത്ഹരി ഫത്താത്തിൻ ഫിൽ അറബ്, അറബികളുടെ യുവതികളിൽ വെച്ച് പരിശുദ്ധരായ ആമിന റളിയല്ലാഹു അൻഹയിലേക്ക്, വദാലിക ആ സംഭവം ഫീ ലൈലത്തിൽ ജുമഅത്തി മിൻ ഷഹ്രി റജബ്, റജബ് മാസത്തിൽ ജുമഅയുടെ രാത്രിയിലായിരുന്നു. അമറ റിദ്വാന അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലെ കാവൽകാരായ കാക്കുന്ന റിദ്വാൻ അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു, ഫഫുതിഹ അബ്വാബുൽ ജിനാൻ, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. സ്വർഗത്തിന് 8ഓളം വലിയ കവാടങ്ങളുണ്ട്. ബാബു ഷഹാദത്തൈനി, ബാബു സ്വലാത്ത്, ബാബു സിയാം, ബാബു സക്കാത്ത്, ബാബുൽ ഹജ്ജ്, ബാബുൽ അംർ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, ബാബു സില, ബാബുൽ ജിഹാദ് ഫീ സബീലില്ലാഹ്. ഇങ്ങനെ 8ഓളം വലിയ വാതിലുകളുണ്ട്. മറ്റും വതസയ്യനത്തിൽ ഹൂർ വൽ വിൽദാൻ, ഹൂരികളും സ്വർഗത്തിലെ കുട്ടികളും അണിഞ്ഞൊരുങ്ങി. അവർ കുട്ടികളെന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ പോലത്തെ കുട്ടികളൊന്നുമല്ല, അവിടെ സ്വർഗത്തിൽ ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ കുട്ടികളുടെ രൂപം ഉള്ളത് കൊണ്ട് എന്താക്കി അവർക്ക് ഔലാദ്, കുട്ടികളെന്ന് പേര് വെച്ചത് മാത്രമാണ്. അവർ കുട്ടികളെ പോലൊന്നല്ല, അവർ ഒരു സൃഷ്ടിക്കപ്പെട്ട ആളുകൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലൊന്നല്ല സ്വർഗത്തിൽ. ഏത് വിഷയം അങ്ങനെ തന്നെ. സ്വർഗത്തിൽ നമ്മൾ കാണാത്ത കേൾക്കാത്ത സംഭവങ്ങളാണ്, മനുഷ്യബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതും ആണ്. വദുഖത്ത് ബശായിറുൽ അഫ്റാഹ്, സന്തോഷങ്ങളുടെ സന്തോഷ വാർത്തകൾ മുഴക്കപ്പെട്ടു. വസഹറത് കവാകിബുസ് സബാഹ്, പ്രഭാത നക്ഷത്രങ്ങൾ പ്രകാശിച്ചു. വനാദ മുനാദിൻ ഫിസ് സമാഇ വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലും വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറഞ്ഞു, അല ഇന്ന നൂറൽ മക്നൂന മിൻഹു സയ്യിദുൽ ബശർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബത്നി ആമിന റളിയല്ലാഹു അൻഹ ഖദ് ഇസ്തഖർ. ആ അറിഞ്ഞുകൊള്ളണം, ആ മറച്ചു വെക്കപ്പെട്ട ആ നൂറ്, എങ്ങനത്തെ നൂറാണ്? അതിൽ നിന്നാണ് സയ്യിദുൽ ബഷർ, മനുഷ്യരുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആ നൂറ് അത് ആമിനയുടെ ഗർഭാശയത്തിൽ ഉറച്ചിരിക്കുന്നു, സ്ഥിരപ്പെട്ടിരിക്കുന്നു. വലമ്മൻ തഖല നൂർ നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ആ നൂറ് അത് നീങ്ങിയപ്പോൾ, മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹിൽ നിന്നും ആമിന റളിയല്ലാഹു അൻഹയിലേക്ക് അങ്ങനെ നീങ്ങിയപ്പോൾ, ഇഹ്തസ്സൽ അർശു തർബം വസ്തിബശാറ, അതിയായ സന്തോഷത്താലും ആഹ്ലാദത്താലും കാരണമായി അർശ്, സിംഹാസനം വിറച്ചു. അങ്ങനെ സിംഹാസനം വിറക്കുന്നതായ ഹദീസിൽ കാണാം. നസായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് അർശ് വിറച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം. വസദൽ കുർസിയു ഹൈബതൻ വഖാറ, ഈ കുർസി അത് കൂടുതൽ ഗാംഭീര്യവും പ്രൗഢിയുമുള്ളതായി തീർന്നു. അംതലഅതി സമാവാതു അൻവാറ, ആകാശങ്ങൾ പ്രകാശങ്ങളാൽ നിറഞ്ഞു. വദജ്ജത്തിൽ മലായികതു തഹ്ലീലൻ വസ്തിഗ്ഫാറ, മലക്കുകൾ തഹ്ലീൽ ചൊല്ലിക്കൊണ്ടും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടും അവിടുത്തെ ശബ്ദമുയർത്തി. ഫഅസ്ബഹത് ആമിനതു റളിയല്ലാഹു അൻഹ തിൽക ലൈല, ആമിന റളിയല്ലാഹു അൻഹ ആ ദിവസത്തെ ആ രാത്രിയിലായി. വൽഅൻവാറു തലൂഹു ഫി ജബ്ഹതി അൽമുഅ്തമിന, പ്രകാശങ്ങൾ ആമിനയുടെ നിർഭയക്തമായ ആ നെറ്റിത്തടത്തിൽ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അമിനത് മിനൽ മഖാവിഫിൽ കാമിന, ഒളിഞ്ഞിരിക്കുന്ന ആ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയപ്പാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് അവൾ നിർഭയക്തയായി, ഭയമില്ലാത്തവളായി. വളഹറത്തിൽ ഇന്തിഖാലി നൂരിഹിൽ ആയാത്ത്, ആ നൂറ് നീങ്ങിയത് കാരണമായിട്ട് ആ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെട്ടു. വതബാശറത് ബിഹി ജമീഉൽ മഖ്ലൂഖാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനുള്ള നൂറ് അത് പ്രത്യക്ഷപ്പെടാനുള്ള സമയമായി എന്നതുകൊണ്ട് എല്ലാ ആളുകളും സൃഷ്ടികളും പരസ്പരം സന്തോഷ വാർത്തകൾ അറിയിച്ചു. വലമ്മ ഹമലത് ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റജബിൽ ഹന, സന്തോഷത്തിന്റെ റജബ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭം ചുമന്നപ്പോൾ, ബുശ്റത് ഫി ശഅബാൻ ബിനൈലിൽ മുന, ആഗ്രഹങ്ങൾ നിറവേറുമെന്ന് ശഅബാൻ മാസത്തിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. വഖീല ലഹ, ഫി റമദാൻ മാസത്ത്
ആമിന ബിവിയോട് പറയപ്പെട്ടു, ലഖദ് ഹമൽതി ബിൽ മുതഹരി മിനദ് ദനസി വൽ ഖന, അങ്ങ് ഗർഭം ചുമന്നിരിക്കുന്നത് അത് പാപങ്ങളിൽ നിന്നും ചീത്ത സംസാരങ്ങളിൽ നിന്നും ശുദ്ധിയാക്കപ്പെട്ട പരിശുദ്ധരായ നബി സല്ലല്ലാഹു തിരുമേനി സല്ലല്ലാഹു തങ്ങളെയാണ്. വസമിഅത്തിൽ മലായികത ഫീ ശവ്വാലിൻ യുബശ്ശിറൂനഹാ ബിദ്ദഫരി ബിആയത്തിൽ മുഹ്മുന, മലക്കുകളെ ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കുന്നതായിട്ട് ശവ്വാൽ മാസത്തിൽ കേട്ടു. എന്ത് ആഗ്രഹങ്ങൾ നിറവേടുമെന്ന്, അങ്ങേയറ്റത്തെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുമെന്ന് സന്തോഷ വാർത്തകൾ ഇങ്ങനെ അറിയിക്കുന്നതായിട്ട് കേട്ടു. വറഅത്തിൽ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി ദിൽഖഅദ മാസത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. വഹു യഖൂലു ലഹാ, അവൻ നബിയോട് പറയുന്നു, അബ്ശിരി ബിസാഹിബിൽ അൻവാർ, സന്തോഷിക്കണം, ബിസാഹിബിൽ അൻവാരി വൽ വഖാരി വസന, പ്രകാശങ്ങളുള്ള ഗൗരവമുള്ള മഹത്വമുള്ള ആ നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം. അത്തഹ ഫീ ദുൽഹിജ്ജത്തി മൂസൽ കരീം അലൈഹിസ്സലാം, ദുൽഹിജ്ജ മാസത്തിൽ മൂസ നബി അലൈഹിസ്സലാം അവിടത്തേക്ക് വന്നു. വഅഅലമഹ ബിറുത്ബത്തി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആ പദവി അവിടത്തേക്ക് അറിയിച്ചു കൊടുത്തു. വജഇഹിൽ അസ്ന, അവിടുത്തെ ഉന്നതമായ ഉയർന്ന സ്ഥാനം അവിടത്തേക്ക് അറിയിച്ചു കൊടുത്തു. വനാദഹ ഫീ മുഹറമിൻ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം മുഹറം മാസത്തിൽ അവിടത്തേക്ക് വിളിച്ചു പറഞ്ഞു. ബി അന്ന വഖത വിലാദതിഹ ഖദ്ദന, അവിടുത്തെ പ്രസവിക്കാനുള്ള ആ സമയം അത് ഖദ്ദന അടുത്തിരിക്കുന്നു. വസ്തഫത്തിൽ മലായികതു മൻസിലഹ ഫീ സഫർ, സഫർ മാസത്തിൽ ആമിന ബിവിയുടെ ആ വീട് മലക്കുകൾ അണിനിറഞ്ഞു, സഫ് കെട്ടി അണിനിറഞ്ഞു. ഫഅലിമത് അന്ന മൗഇദ സുറൂർ, അപ്പോൾ അവർ ആമിന ബിവി റളിയല്ലാഹു അൻഹ മനസ്സിലാക്കി, അന്ന മൗഇദ സുറൂർ ഖദ് ഖറബ വദന, ഈ സന്തോഷത്തിന്റെ വേള ഇത് അടുത്തിരിക്കുന്നു. ഫലമ്മ ഹല്ല റബീഉൽ അവ്വൽ അളാഅത്തിൽ അർദു വസ്സമാ, റബീഉൽ അവ്വൽ മാസം കടന്നപ്പോൾ അളാഅത്തിൽ അർദു വസ്സമാ, ആകാശവും ഭൂമിയും എല്ലാം പ്രകാശപൂരിതമായി. വഅശ്റഖത്തുൽ ബൈത്തു വസ്സഫ, ഈ കഅബയും സഫ, നമ്മളെ സഈ തുടങ്ങുന്ന സഫ പർവ്വതവും കഅബയും ഒക്കെ അത് പ്രകാശത്തിൽ തിളങ്ങി. സുമ്മ ലമ്മ ജാഅ വഖത്തുൽ വിലാദ, പിന്നെ ഈ പ്രസവത്തിന്റെ സമയം വന്നപ്പോൾ വഖറജ മൻശൂറു സആദ, വിജയത്തിന്റെ ഉത്തരവ് അത് പുറപ്പെട്ടു വന്നപ്പോൾ വജദ്ദ ബി ആമിനത റളിയല്ലാഹു അൻഹ അംറുൽ വിലാദ, പ്രസവത്തിന്റെ കാര്യം ആമിന ബിവിയിൽ പ്രകടമായപ്പോൾ ആവുകയും ചെയ്തപ്പോൾ വഹാന ബുറൂസു ഷംസി സആദ, വിജയത്തിന്റെ സൗഭാഗ്യത്തിന്റെ സൂര്യൻ ആ ഉദിക്കാനുള്ള സമയമാവുകയും ചെയ്തപ്പോൾ തല അല അൽ ഹഖ് നൂറൻ, അല്ലാഹ് പ്രകാശിപ്പിക്കുന്ന പ്രകാശത്താൽ സത്യം തിളങ്ങി. വനുശറത് ലഹു ഫിൽ കൗനി അഅലാമുർ റിള, അല്ലാഹുവിന്റെ തൃപ്തിയുടെ അടയാളങ്ങൾ പ്രപഞ്ചത്തിൽ നബി തങ്ങൾക്ക് വേണ്ടി പരത്തപ്പെട്ടു. വഇദ, അപ്പോഴതാ ബിതാഇരിൻ അബിയല്ല ഖസഖത മിനൽ ഹവ, ആകാശത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നുള്ള ആകാശത്തിൽ നിന്ന് ആ വെളുത്ത പക്ഷിയത താഴോട്ട് പതിച്ചു. ഫമറ ബിജനാഹിഹി അലാ ബത്നി ആമിനത റളിയല്ലാഹു അൻഹ മുസ്രിഅ, ആ പക്ഷി, ആ വെളുത്ത പക്ഷി, അത് അവിടുത്തെ രണ്ട് ചിറകുകളെ കൊണ്ട് ആമിന നബി അലൈഹി സ്വലാമിൻ്റെ ിലേക്ക് വേഗത്തിൽ തലയോടി ഫളറബഹൽ മഖാദു ലൈലത്തുൽ ഇസ്നൈനി സാനി അശ്റ മിൻ ശഹ്രി റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ച രാത്രി അവിടത്തേക്ക് പ്രസവവേദന അനുഭവപ്പെട്ടു. വലദത്ത്, പ്രസവവേദന ഒന്നുമില്ല, അത് പ്രയോഗമാണ്. വലദത്ത് സബീഹതഹ നബിയ സഖലൈൻ, ആ രാത്രിയുടെ തൊട്ട് പിന്നിലുള്ള പ്രഭാതം, ആ പ്രഭാതത്തോടടുത്ത് ആ സമയത്ത് നബിയ സഖലൈൻ, ജിന്നുക്കളുടെയും മനുഷ്യരുടെയും ജിന്നുക്കളുടെയും നബിയെ നബി പ്രസവിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി സല്ലി അലാ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. ഓ നാദാ, ഓ രക്ഷിതാവേ, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ അങ്ങ് സ്വലാത്ത് ചൊല്ലണമേ, സ്വലാത്ത് വർഷിക്കണമേ. മുൻജിൽ ഖലായിഖി, എങ്ങനത്തെ നബിയാണ്? മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി, നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് സൃഷ്ടികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരായ നബി തങ്ങളുടെ മേലെ അങ്ങ് സ്വലാത്ത് ചൊല്ലണം. ഉലിദൽ ഹബീബു السيد المتعبد والنور من وجنته يتوقد. ഹബീബ് തിരുമേനി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവ്, അതായത് നേതാവായ
അൽ മുതഅബ്ബിദ്, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നേതാവായ ഹബീബ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിരിക്കുന്നു. വന്നൂറു മിൻ വജനതിഹി യതവഖദു, അവിടുത്തെ കവിൽത്തടങ്ങളിൽ നിന്ന് നൂറ് പ്രകാശം ജ്വലിച്ചു പുറപ്പെടുന്നു. ജിബ്രീലു നാദ ഫി മനസ്സതി ഹുസ്നിഹി ഹദാ മലീഹുൽ കൗനി ഹദാ അഹ്മദു. അവിടുത്തെ സൗന്ദര്യത്തിന്റെ ഉന്നത വേദിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുന്നു, ഹദാ മലീഹുൽ കൗനി ഹദാ അഹ്മദു, ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആളാണ്. ഇത് അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണിത്. ഹദാ കഹീലു ത്വർഫി ഹദൽ മുസ്തഫ ഹദാ ജസീലുൽ വസ്ഫി ഹദാ സയ്യിദു. ഹദാ കഹീലു ത്വർഫി, ഇതാ നബി തങ്ങളുടെ കണ്ണിൽ സുറുമിടപ്പെട്ട ആളാണിതാ. ഹദൽ മുസ്തഫ, ഇത് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫ നബി തങ്ങളാണ്. ഹദാ ജസീലുൽ വസ്ഫി ഹദാ സയ്യിദു, ഇത് ധാരാളം വിശേഷണങ്ങളെ കൊണ്ട് സമ്പൂർണമായ ആളാണ്, നേതാവാണ്. هذا جميل نعتي هذا المرتضى هذا مليح الوجه هذا الأوحد. ഹദാ ജമീലുൻ നഅതി, ഇത് ഉത്തമമായ ഗുണവിശേഷണങ്ങളുള്ള ആളാണ് നബി. ഹാദൽ മുർത്തദ, ഇത് അല്ലാഹുവിന്റെ തൃപ്തിയുള്ള ആളാണ്. ഹദാ മലീഹുൽ വജ്ഹി ഹാദൽ ഔഹദു, ഹദാ മലീഹുൽ വജ്ഹി, സുന്ദരമായ മുഖമുള്ള ആളാണ്. ഹാദൽ ഔഹദു, തുല്യമില്ലാത്ത ഒറ്റയായ ആളാണ്. ഹദല്ലദീ ഖുലിഅത് അലൈഹി മലാബിസു വനഫൈസു ഫനദീറുഹു ലാ യുജദു. ഈ നബി തങ്ങൾ ഖുലിഅത് അലൈഹി മലാബിസു വനഫൈസു, വസ്ത്രങ്ങളും സ്വർഗത്തിലെ വസ്ത്രങ്ങളും അമൂല്യമായ കാര്യങ്ങളും ആ നബി തങ്ങളിലേക്ക് ധരിക്കപ്പെട്ട ആളാണ്. ഫനദീറുഹു ലാ യുജദു, നബി തങ്ങളെ പോലത്തെ ആള് കണ്ടെത്താനാവില്ല. ഖാലത് മലായികതു സമാഇ ബിഅസ്രിഹിം ഉരിദൽ ഹബീബു വമിത്ലുഹു ലാ യുലദു. ഖാലത് മലായികതു സമാഇ ബിഅസ്രിഹിം, ആകാശത്തിലെ മലക്കുകൾ മുഴുവനും പറഞ്ഞു, ഉരിദൽ ഹബീബു, നബി സല്ലല്ലാഹു ഹബീബായ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കപ്പെട്ടിരിക്കുന്നു. മിസ്ലുഹു ലാ യൂലദു, നബി തങ്ങളെ പോലത്തെ ആളിന് മേലാൽ ജനിക്കപ്പെടൂല. ബശ്റാലി ഉമ്മതിഹി ബിറുയതി വജ്ഹിഹി ഹദാ ഹുവൽ ജാഹുൽ അദീമുൽ അസ്യദു. അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുഖം ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്ക് സന്തോഷ വാർത്ത. ഹദാ ഹുവൽ ജാഹുൽ അദീമുൽ അസ്യദു, ഇത് വലിയ ഉന്നതമായ പദവിയാണ്. ഈ നബിതങ്ങളെ കാണുക എന്നുള്ളത് വലിയ ഉന്നതമായ പദവിയാണ്. ഈ റസൂലുള്ളാഹിനെ കാണുക എന്നുള്ളത്. വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. നബി തങ്ങളെ അവിടുന്ന് പ്രസവിച്ചത് മഖ്തൂനൻ, ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായ നിലയിൽ, വമക്ഹൂലൻ, സുറുമയിടപ്പെട്ടവരായ നിലയിൽ, കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദി, സ്വഹീഹായ ഹദീസിൽ വന്നതുപോലെ, ഖബറിൽ വന്നത്, മുസ്നദിൽ വന്നതുപോലെ, സല്ല അലൈകല്ലാഹു യാ അലമൽ ഹുദാ മനാഹ ത്വയ്റുൻ ഫിൽ ഖുസൂനി യുഗദിദു. സന്മാർഗത്തിന്റെ മാർഗദർശനത്തിന്റെ അടയാളമായ കൊടിയായ നബിയെ, അങ്ങയുടെ മേൽ അല്ലാഹു അവിടുത്തെ സലാത്ത് വർഷിപ്പിക്കട്ടെ. എത്രത്തോളം പക്ഷികൾ, ചില്ലുകളിൽ പക്ഷികൾ അവിടെ കരഞ്ഞ് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം സലാത്ത് വർഷിച്ചു കൊണ്ടിരിക്കട്ടെ.